ന്നവരെ ആരാണ് തൗബ ചെയ്യുന്നത് അവരെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അപ്പം അവർ തെറ്റ് ചെയ്യുന്നു അവർ അള്ളാഹിനോട് തൗബ ചെയ്യുന്ന മടങ്ങാണ്. ഇനിയെങ്കിലും എനിക്ക് നന്നായി ജീവിക്കണം, ഇങ്ങനെയുള്ള ബോധത്തിലാണെങ്കിൽ മാഷാ അല്ലാഹ് ഒരു കുഴപ്പമില്ല, വിജയം തന്നെ. മറ്റുള്ള വിഷയമാണെങ്കിൽ അത് അഹങ്കാരികൾക്കാണ്. അഹങ്കാരികൾക്ക് സ്വയം ചെറുതാൻ പറ്റൂല. സ്വയം ചെറുതാവണമെങ്കിൽ, സ്വയത്തെ മോശത്തരം കാണണമെങ്കിൽ അതിന് കുറച്ച് താഴ്മ വേണം. അഹങ്കാരികൾക്ക് ചെറുതാൻ പറ്റുമോ? ഞാൻ അതിന് ന്യായീകരണേ ഉണ്ടാവുള്ളൂ. ഞാൻ നിസ്കരിക്കുന്നുണ്ട് എന്നുള്ള ചിന്തയായിരിക്കും അവന് വരിക. അപ്പം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒരിത്തിരി ഈമാനുണ്ടെങ്കിൽ ചിന്തിച്ച് തൗബ ചെയ്ത് മടങ്ങുക. അള്ളാഹുവേ, നിൻ്റെ ഔദാര്യം കൊണ്ടാണല്ലോ ഞാൻ നിസ്കരിക്കുന്നുള്ളത്. നീ ഒരു ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞാൽ ഞാൻ കിടപ്പിലാണ്. നീ ഒരു ആക്സിഡൻറ്റ് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ കിടപ്പിലാണ്. നീ എന്തെങ്കിലും ഒരു വിഷയം തന്നു കഴിഞ്ഞാൽ തളർന്ന് തരിപ്പണായി ഇപ്പോൾ ഉറപ്പാണ്. അപ്പോൾ ഇപ്പം നിലവിലുള്ള കണ്ടീഷൻ അല്ലാഹ് മാറ്റുകയാണെങ്കിൽ അപ്പം തിരിയുള്ളൂ. പക്ഷേ നമ്മൾ മനസ്സിലാക്കണ്ട, ഇവിടുന്ന് എന്താ പറയുക, തെറ്റ് ചെയ്തതിന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് അല്ലാഹ് പിടിച്ചു കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒറ്റയടിക്ക് നശിപ്പിക്കൂ. ഇങ്ങനത്തെ പരിപാടിയൊന്നും അല്ലാഹ് ചെയ്യൂല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫിറോവിന്, അബുജാഹിൽ അവർക്കൊന്നും അത്ര ആയുസ് അല്ലാഹ് കൊടുക്കട്ടില്ല. ഇനി അങ്ങനെ അള്ളാഹിനെ ധിക്കരിച്ച് നടക്കുന്ന ഇപ്പോൾ ആരിഫ് ഹുസൈൻ തുറന്നു പറയുകയാണെങ്കിൽ ഇപ്പം നല്ല ആരോഗ്യത്തിലാണ് ജീവിക്കുന്നുള്ളത്. എന്തൊക്കെ അള്ളാഹിനെ കുറിച്ചിട്ട് തമ്മാടിത്തരാണ് പറയുന്നുള്ളത്. അപ്പോൾ ഓനെ കൊണ്ടുപോയിക്കൂടെ അള്ളാഹ്ക്ക്? ഓനക്കൊരു ക്യാൻസർ രോഗം കൊടുത്തൂടെ? അപ്പോൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അതൊന്നും ഇവിടെ അത്രയും പെട്ടെന്ന് കൊടുക്കും വിചാരിക്കേണ്ട. അതിന് ഉദാഹരണമാണ് ഓസ്ട്രേലിയയിലത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ അള്ളാഹുവേ പേര് പേരെന്താണ്, മൂപ്പര് പേര് ഓർമ്മ കിട്ടുന്നില്ല. അപ്പം അത്രയും വലിയ കോടീശ്വരൻ ഒരു ക്യാൻസർ വന്നിട്ടാകുമ്പോൾ അള്ളാഹിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാണ്. ഇതെനിക്ക് അള്ളാഹ് തന്ന ഗിഫ്റ്റ്. അവർക്ക് മനസ്സിലായി ഇതിനൊന്നും കാര്യമില്ല. അപ്പോൾ ഈടെ കളിക്കുന്ന കളിയിലൊന്നും കാര്യമില്ല മക്കളെ. അത് ഞാനായാലും ശരി, ഇപ്പോൾ പറയുന്നത് നമ്മളിപ്പോൾ ഇത് വലിയ മുത്തക്കിയായിട്ടല്ല പറയുന്നത്. എനിക്കറിയാം എൻ്റെ തെറ്റ്. അത് നമ്മൾ ആലോചിച്ചു കൊണ്ടാണ് ഈ വിഷയം ഇടുന്നത്. ഞാൻ എൻ്റെ സ്വയം തെറ്റുകളെ കണ്ട് അതിനെ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടാണ് ഈ വോയിസ്, ഈ മെസ്സേജ്, ഈ വീഡിയോ എടുക്കുന്നുള്ളത്. അപ്പോൾ ഇനി ഏത് ഖത്തീബായാലും കുഴപ്പമില്ല, ഏത് ആലിമായാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് സിൻസാറിലെ ഉസ്താദിൻ്റെ വാദം കേട്ടിന്. ഞാൻ ആലിമൊന്നുമല്ല. ആദ്യം പിടിച്ച് നരകത്തിലിടുന്ന വിഭാഗമാണ് 3 വിഭാഗം. ഒന്ന് ഹാഫിലീങ്ങൾ, അതായത് ആലിമീങ്ങൾ, അള്ളാഹിൻ്റെ മാർഗത്തിൽ സക്കാത്ത് ചെയ്തവർ, അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവർ. എന്തുകൊണ്ട് ഇവരെ പിടിച്ചിട്ട് അള്ളാഹ് നരകത്തിലിടുന്നത്? അവരുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ റസൂലും തൃപ്തിപ്പെടുത്തലല്ല, ഈടുന്ന് മരണശേഷം വിജയം ഉണ്ടാവലല്ല. ജനങ്ങളെ മുമ്പിൽ നമ്മൾക്കറിയാൻ കഴിയില്ല, നമ്മൾ മുത്തഖബ്ബിർ, ഭയങ്കരമാണ്, ഞാൻ ഭയങ്കര സക്കാത്ത് ചെയ്യുന്നവനാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ ധീരനാണ്, യുദ്ധത്തിനൊക്കെ